എനിക്കും വേണം ചുരിദാർ നിത്യ. തനിക്ക് തരത്തില്ല നിത്യ ചുരിദാർ. അർഹതപ്പെട്ടവർക്ക് കൊടുക്കുള്ളൂ. തന്നെ ഞാൻ ഇവിടുന്ന് എടുത്ത് കളയാൻ പോവാ. താൻ ആദ്യം എന്നോട് കൂട്ടുകൂടും. എന്നോട് കൂട്ടുകൂടാമെങ്കിൽ തനിക്ക് നിത്യ ഇതുപോലെയുള്ള ആളുകളുടെ കൂട്ട് കിട്ടും. താൻ എന്നോടാണോ കൂട്ടുകൂടുക? അല്ല, എടുത്തു കളയും. ഞാൻ എടുത്തു കളയും. എന്റെ മഹത്വം അറിഞ്ഞിട്ടാണ് നിത്യ എനിക്ക് വസ്ത്രം തരുന്നത്. മനസ്സിലായോ? എടുത്തു കളയും. എന്റെ ലൈവിൽ കയറി എന്നെ തെറി വിളിച്ചിട്ട് എന്റെ ലൈവിൽ കയറി നിത്യ എനിക്ക് വസ്ത്രം വേണം എന്ന് പറഞ്ഞാൽ നിത്യ തരില്ല. നിത്യക്ക് തോന്നണം. അല്ലെങ്കിൽ അവിടേക്ക് അയച്ചു കൊടുത്തുകൂടായിരുന്നോ നിത്യക്ക്? നിത്യ എന്തുകൊണ്ട് എനിക്ക് അയച്ചു തന്നു? അത് മനസ്സിലാക്കണം. താൻ ഇന്ന് വരെ എനിക്ക് ദാനധർമ്മം ചെയ്തോടോ? ഇല്ല. മനസ്സിലായോ? നിത്യയെ ദൈവം അനുഗ്രഹിക്കും. ഞങ്ങളുടെ നാഗയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തതിന്. ആരാ അങ്ങനെ എഴുതിയിട്ടത്? ഏത് പേരാ അങ്ങനെ എഴുതിയത്? എന്ത് അതിനെ ഇനി എങ്ങനെയാ? അത് ആരായിരുന്നു എഴുതിയത്? സ്റ്റാർ വ്ലോഗ്. നിത്യയെ ദൈവം അനുഗ്രഹിക്കും. ഞങ്ങളുടെ നാഗയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തില്ലേ? അയാളെ എനിക്കിഷ്ടമായി. അങ്ങനെ വേണം. അത്തരം മനസ്സുള്ളവരെയാണ്, ഹൃദയശുദ്ധി ഉള്ളവരെയാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ സ്റ്റാർ വീഡിയോ വ്ലോഗ് വാരാപ്പെട്ടിയോ അവരോട് ഞാൻ പറയുന്നത് നിത്യക്ക് മാത്രമല്ല, നിങ്ങൾക്കും ഇതുപോലെ ദാനധർമ്മം ചെയ്യാം. ഇപ്പൊ നിത്യ എല്ലാരും വാഴ്ത്തി പാടുന്നില്ലേ ഇവിടെ? അതുപോലെ നിങ്ങളെയും വാഴ്ത്തി പാടണമെന്നുണ്ടെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കുക. ഇപ്പൊ എല്ലാരും എങ്ങനെയാ? മനസ്സിലായോ? എന്തെങ്കിലും ഒരു സഹായം ചെയ്ത് മുന്നോട്ടിറങ്ങണം. അത്തരക്കാരെ മാത്രമേ ആളുകള് കുറച്ചു നേരത്തേനെങ്കിലും ഒന്ന് ഒരു ഒരു എന്താ പറയാ, ലോകം മുഴുവൻ അറിയത്തക്ക രീതിയിൽ മാറത്തുള്ളൂ. മനസ്സിലായോ? ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, എനിക്ക് തരൂ. എനിക്ക് തന്നാൽ ലോകത്തുള്ള എല്ലാരും നിങ്ങളെ അറിയപ്പെടും. എന്നാൽ വേറെ ആർക്കെങ്കിലും കൊടുത്താലോ അറിയപ്പെടുമോ? നിത്യ ഇപ്പം വേറെ ആർക്കെങ്കിലും കൊടുത്തായിരുന്നെങ്കിലോ? നിത്യക്ക് ഒരുപാട് ആളുകളുണ്ട് കൊടുക്കാൻ. ഒരുപാട്. നിത്യയുടെയൊക്കെ വീടിന്റെ അടുത്തുള്ള ഒത്തിരി ആളുകൾക്ക് വേണമെങ്കിൽ നിത്യക്ക് കൊടുക്കാം. പക്ഷെ നിത്യ എനിക്ക് തന്നു, ഇഷ്ടമായതുകൊണ്ട്. അപ്പൊ ഉറപ്പായി എന്നാകാന്ന്. അപ്പൊ കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കുക. എനിക്ക് വല്ലതും വല്ലതും തരുമ്പോ ഞാൻ നിങ്ങളുടെ പേര് ഇതിൽ വിളിച്ചു പറയും.